30 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പോത്തന്നൂർ ജുമാ മസ്ജിദ് നെയ്തല്ലൂർ റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാലടി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പോത്തന്നൂർ ജുമാ മസ്ജിദ് നെയ്തല്ലൂർ റോഡിന്റെ ദുരിതയാത്രയ്ക്ക് അറുതിയായി. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ വളരെ ഒരു സന്തോഷകരമായ ചടങ്ങാണ്. തീർച്ചയായിട്ടും എന്തെന്നാ പറയാൻ വാക്കുകളില്ല. ഇത്രയും നല്ലൊരു പരിപാടി ഇതൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം. മറ്റുള്ള പ്രദേശത്തൊക്കെ ഇങ്ങനെ കണ്ടുപഠിക്കണം. അത്രയും ഗംഭീരമായിരിക്കുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ട കുഞ്ഞാപ്പുക വൈസ് പ്രസിഡന്റ് ബൽക്കീസിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ റോഡിന്റെ സ്ഥിതി പറയുകയാണെങ്കിൽ അത്ര മോശമായിരുന്നു. 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വൈസ് പ്രസിഡന്റ് ബൽക്കീസ് കൊറണപ്പറ്റ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാപ്പ അധ്യക്ഷത വഹിച്ചു. നാട്ടുകാരുടെ അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ഫലമായിട്ടാണ് നമ്മുടെ റോഡിൽ നിന്ന് ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. PP മോഹൻദാസ്, KK ആനന്ദൻ, NK അബ്ദുൽ ഗഫൂർ, നൌഫൽ C തണ്ടിലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. NCV ന്യൂസ്, കാലടി. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.